എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലെല്ലാവരും സേഫായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. നല്ല മഴയാണ്, ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അങ്ങനെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സർപ്രൈസ് പാർട്ടീൻ്റെ വീഡിയോ ആണ്. ഇത് ഇന്ന് എടുത്തതല്ല, ഞാൻ 3-4 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത് അതൊന്ന് എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഓഡിയോ ആയിട്ട് എന്തെങ്കിലും മ്യൂസിക്കോ പാട്ടോ എന്തെങ്കിലും കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് അല്ല, ഞാൻ തന്നെ പറയാം. കാരണം ഇതൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. നമ്മളൊരു കുഞ്ഞു സർപ്രൈസ് പാർട്ടി ഒരാൾക്ക് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ 2 പേര് ഇരുന്ന് പ്ലാൻ ചെയ്ത് ഒരുക്കിയൊരു പാർട്ടിയാണിത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം, എൻ്റെ വീഡിയോയിലേക്ക്. അപ്പം ഇത് ഞാനാണ്, ഞാനും ഇതെൻ്റെ ഫ്രണ്ട് പൊന്മണി. അപ്പം ഞങ്ങൾ 2 പേരും പാർട്ടിക്കുള്ള ഒരുക്കത്തിനായിട്ട് പോവുകയാണ്, കേക്ക് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നല്ല അന്ന് ഞങ്ങൾ പോയ അന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, എന്താ പറയുക, മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ MP-യിലാണുള്ളത്, അവിടെ ജബൽപൂർ. അപ്പോൾ ഇതാണ് ജബൽപൂർ, ഇത് ഡുംന റോഡ്. നമ്മളിവിടെ നിന്ന് കേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ് ഞാനും പൊന്മണിയും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയൊരു ചാനലാണ്. അപ്പോൾ എനിക്കിതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഓഡിയോ വലിയ ക്ലിയറായിട്ട് പറയാൻ അറിയത്തില്ല, ഇതിൻ്റെ നോട്ട്സൊന്നും വലുതായിട്ട് തയ്യാറാക്കാൻ അറിയില്ല, അങ്ങനെ എഡിറ്റിങ്ങും എനിക്ക് കാര്യമായിട്ട് വലിയതായിട്ടൊന്നും അറിയില്ല. ഓരോ ദിവസം പഠിച്ച് വരികയാണ്. അപ്പം നമ്മൾ കേക്കിൻ്റെ ഷോപ്പിലെത്തി. കേക്കിന് അവരോട് ഹാപ്പി റിട്ടയർമെൻറ്റ്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മലയാളി, അവർ റിട്ടയർഡായിട്ട് പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടി ഒരുക്കുന്നത്. അങ്ങനെ നമ്മൾ ബേക്കറിയിലെത്തി, കേക്കൊക്കെ കൊടുത്ത് ഓർഡർ, എന്താ പറയുക, അവർ എഴുതുകയാണ് അവിടെ കേക്കിൽ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അടിപൊളി കേക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കേക്കിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഞാനവിടെ നിന്നു. അങ്ങനെ പൊന്മണി അവരോടെല്ലാം പറഞ്ഞെല്ലാം കൊടുത്തു. അങ്ങനെ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവൾ വിചാരിച്ച് ഫോട്ടോയ്ക്കാണ്, അവൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ നല്ല വീഡിയോ ആണെന്ന്. അങ്ങനെ പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക, കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം മക്കൾക്ക് കുറച്ച് ചോക്ലേറ്റ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും അതൊക്കെ മക്കൾക്കൊക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ അവിടെ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്താ പറയുക, മഴയൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ ഇതിനിടയ്ക്കും ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്താ പറയുക പാർട്ടി കൊടുക്കേണ്ടത്, സർപ്രൈസ് ആയിട്ടാണോ അല്ലെങ്കിൽ എന്താ പറയുക അവരോട് നേരത്തെ പറയണോ, അങ്ങനെ ഓരോ പ്ലാൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു പ്ലാൻ B എന്ന പോലെ നമുക്ക് മാല കെട്ടി, എന്താ പറയുക, മാല ഇട്ട് സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി പൂ പറിക്കാൻ പോയതാണ്. അപ്പോൾ പൊന്മണിയും ഞാനും ഇവിടെ നിന്ന് അവിടെ എന്താ പറയുക ഗാർഡനൊക്കെയുള്ള പൂവെല്ലാം പറിച്ച് മാലയൊക്കെ കെട്ടാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ പൂവ് തേടി ഇറങ്ങി. കുറേ പൂവൊക്കെ കിട്ടി, റോസ്, ശംഖുപുഷ്പം, അങ്ങനെ കുറേ പൂവെല്ലാം കിട്ടി. ഈ ഒരു പൂവ് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ എന്താ പറയുക ആ ഒരു പൂവും പറിച്ചെടുത്ത് നമ്മൾ വീണ്ടും എന്താ പറയുക ബൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൊക്കയ്ക്ക് വേണ്ട സാധനങ്ങൾ പറിക്കാനായി വീണ്ടും പോയി. അപ്പോൾ ഇങ്ങനെ ഈ നാട്ടിലുള്ള പൂവില്ലേ, അരിപ്പൂവ്, അതൊക്കെ കിട്ടി. അതൊക്കെ പറിച്ചു. ബൊക്കെ റെഡിയാക്കാനുള്ള പ്ലാനിൽ നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിൽ പോയി ഇതാണ് വീടിൻ്റെ അവസ്ഥ. എല്ലാം നിലത്ത് വാരി വലിച്ച് ഇട്ടിരിക്കുകയാണ് പൂക്കളൊക്കെ. പൊന്മണി മാല കെട്ടുകയാണ്. എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കെട്ടിയ മാല, നമ്മൾ കെട്ടിയ ബൊക്കെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അപ്പം എന്താ പറയുക, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബൊക്കെ ഉണ്ടാക്കുക, പൊന്മണി മാല കെട്ടുക, പിന്നെ എന്താ ഹാപ്പി റിട്ടയർമെൻറ്റ് എഴുതി നമ്മൾ തന്നെ എഴുതിയിട്ട് ഹാങ് ചെയ്യുക, അതൊക്കെയായിരുന്നു. അപ്പം ഞാൻ ബൊക്കെ കെട്ടി ഒരു ബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 3 എണ്ണം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഇതിലിങ്ങനെ എന്താ പറയുക ഹാങ് ചെയ്യാനായിട്ട് ഹാപ്പി റിട്ടയർമെൻറ്റ് എന്ന് എഴുതിയിട്ട് ഇതാക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ 3 ബൊക്കെയെല്ലാം കെട്ടി നമ്മൾ എന്താ പറയുക എല്ലാം റെഡിയായി വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെത്തി. അപ്പോൾ ആളൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എന്താ പറയുക, നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഇതൊന്നും തീരെ പ്രതീക്ഷിക്കാണ്ട് കൊടുത്തതുകൊണ്ട് നമുക്കും ഭയങ്കര സന്തോഷം. ബിനീഷ് എന്നാണ് പേര്. ബിനീഷ് ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ മക്കൾ പൂവെല്ലാം തലയിലെല്ലാം എറിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, എന്താ പറയുക, വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. ബിനീഷ് ചേട്ടന് എന്താ പറയുക 15 കൊല്ലം ആർമിയിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയർഡായി നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിയെല്ലാം പ്ലാൻ ചെയ്തത്. അപ്പോൾ മക്കൾ ബലൂൺ കൊണ്ട് കളിച്ച് അകത്തേക്ക് കയറുമ്പോൾ ബലൂൺ പൊട്ടിച്ച് സർപ്രൈസ് ആക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. അതും ചീറ്റിപ്പോയി. അപ്പോൾ അത് അവസാനം ബിനീഷ് ചേട്ടൻ തന്നെ പൊട്ടിക്കേണ്ടി വന്ന്. അപ്പോൾ എന്താ പറയുക, ഇത് പൊന്മണീൻ്റെ അണ്ണൻ സന്തോഷ് അണ്ണൻ വീണ്ടും മാലയെടുത്ത് ബിനീഷ് ചേട്ടൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് ഫോട്ടോസെല്ലാം നമ്മളെടുത്ത് എന്താ
എല്ലാവരും ഹാപ്പിയായി. നമ്മൾ 3 ഫാമിലി മാത്രം, ബാക്കി ആരുമില്ല. എന്ന് വെച്ചാൽ ഞാനും പൊന്മണിയും പ്ലാൻ ചെയ്തതാണല്ലോ, നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റെല്ലാം കൊടുത്ത് ഇനി കേക്ക് മുറിക്കണം, കഴിക്കണം, പാർട്ടി വൈൻഡ് അപ്പ്. ഇത്രയാണ് നമ്മളെ എന്താ പറയുക പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു സർപ്രൈസ് പാർട്ടി നമ്മൾ വിചാരിച്ച പോലെ തന്നെ വൻ വിജയമായിരുന്നു. ബിനീഷേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതുപോലെ തന്നെ കുട്ടികളും ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ തന്നെ പൂവൊക്കെ പറിച്ചുകൊണ്ടുവന്ന് നമ്മൾ തന്നെ ബൊക്കെ റെഡിയാക്കി, മാല റെഡിയാക്കി. അപ്പോൾ അവർക്കും അത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾക്കും എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായി, നമ്മളെല്ലാവരും സന്തോഷിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ പുതിയ ജീവിതത്തിലേക്ക്, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകുന്ന ബിനീഷ് ചേട്ടന് ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ലൊരു ഫ്യൂച്ചറും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെയാണ് എന്നെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ഇമ്പ്രൂവായി വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ബിനീഷേട്ടൻ്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞു, നമ്മളൊക്കെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാട്ടിൽ മഴയൊക്കെയാണ്, ഞാൻ എന്താ പറയുക ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ചെറിയ ചെറിയ സന്തോഷം, ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ പൊന്മണി ഇതാ ചായയൊക്കെ ആയിട്ട് വന്ന് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. നമ്മളും ഹാപ്പിയായി, കുട്ടികളും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എൻ്റെ ഈ ചാനൽ, എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.